നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിൽ കേരള ജനത വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ഭാവിക്കായുള്ള വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ 4 മണിക്കൂറോളം പിന്നിടുകയാണ്. 7 മണിക്ക് തുടങ്ങിയ വോട്ടിംഗിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന പോളിംഗ് ശതമാനം അനുസരിച്ച് 20% മുകളിലേക്ക് സംസ്ഥാനത്തെ പോളിംഗ് കടന്നിരിക്കുകയാണ്. എല്ലായിടത്തും ശക്തമായ രീതിയിൽ പോളിംഗ് നടക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 20.6% എന്നതാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ കഴക്കൂട്ടത്തെ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. കഴക്കൂട്ടം നമുക്കറിയാം ശക്തമായ മത്സരം നടക്കുന്നതാണ്. ന്യൂസ് 18 കേരളയുടെ ഈ ഓഫീസ് നിലനിൽക്കുന്ന മണ്ഡലമാണ് കഴക്കൂട്ടം. അവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഓരോ പ്രേക്ഷകരും കൃത്യമായി നിങ്ങളുടെ ഏറ്റവും വലിയ അവകാശം അത് വിനിയോഗിക്കുക. നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന അപ്ഡേറ്റുകളിലേക്ക് പോകാം. എല്ലായിടത്തും വലിയ ക്യൂ ഇപ്പോഴും കാണുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിനോടകം തന്നെ 20% മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്തിയിരിക്കുന്നു എന്നത് മികച്ച രീതിയിൽ ജനങ്ങൾ ഈ വോട്ടിംഗ് പ്രക്രിയയോട് പ്രതികരിക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ്. മാത്രവുമല്ല, ഈ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരും. അപ്പോൾ എന്താണ് വോട്ടിംഗുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രെൻഡ് എന്നത് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമായ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ത്രികോണ മത്സരം നടക്കുന്ന നേമത്തേക്ക് പോവുകയാണ്. അവിടെ വാഴമുട്ടത്ത് വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പോളിംഗ് ബൂത്തിൽ എന്നതാണ് മനസ്സിലാക്കുന്നത്. വി അരുൺ അവിടെ നിന്ന് ചേരുകയാണ്. അരുൺ, ശക്തമായ മത്സരം നടക്കുന്ന ഇടത്താണ് അതിഭീകരമായ ക്യൂ നമ്മൾ ഈ 10 മണിക്ക് കാണുന്നത്. ജനങ്ങൾ രണ്ടും കൽപ്പിച്ച് എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് അവിടുത്തെ സാഹചര്യങ്ങൾ? ശക്തമായ ക്യൂ മാത്രമല്ല, ശക്തമായ ചൂടുമുണ്ട്. പുറത്തിറങ്ങി നിൽക്കാൻ പോലും പറ്റാത്ത ചൂട് ഈ മേഖലകളിലെല്ലാം ഉണ്ട്. ആ ചൂടിനെ അതിജീവിച്ചാണ് ആളുകൾ വോട്ട് ചെയ്യാനെത്തുന്നത്. ആ ചൂടിനെ അതിജീവിച്ച് വേണം നമുക്കും ഇവിടെ അതിന്റെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ. അത്രയധികം ചൂടുണ്ട്. നമുക്കറിയാം, ആളുകൾ വലിയ രീതിയിലേക്ക് നേമം മണ്ഡലം എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരുപക്ഷെ സംസ്ഥാനത്ത് ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി ജനാധിപത്യ വിശ്വാസികൾ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർ, രാഷ്ട്രീയം പിന്തുടരുന്നവർ കാത്തിരിക്കുന്ന ഒരു ഫലമാണ്. അവിടെ BJP ഇത്തവണ അക്കൗണ്ട് തുറക്കുമോ, അല്ലെങ്കിൽ നേരത്തെ പൂട്ടിയ അക്കൗണ്ട് ഇരട്ടത്താഴിട്ട് ശിവൻകുട്ടി പറഞ്ഞതുപോലെ പൂട്ടിക്കുമോ എന്ന കാര്യത്തിലൊക്കെ വലിയ ആശങ്കകളുള്ള ശബരിനാഥൻ കേവലം മത്സരിക്കാൻ വേണ്ടി മാത്രം വന്നതാണോ, അല്ലെങ്കിൽ ശബരിനാഥൻ വിജയിക്കുമോ, ശബരിനാഥന്റെ വോട്ടുകൾ ആർക്ക് അനുകൂലമാകും, ആർക്ക് പ്രതികൂലമാകുമെന്ന തുടങ്ങിയ വലിയ ചർച്ചകൾ നടക്കുന്ന മണ്ഡലം. ഞാനുള്ളത് വാഴമുട്ടം ഗവൺമെന്റ് ഹൈസ്കൂളിലാണ്. ഇവിടെ 7 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. താഴത്തെ 2 ബൂത്തുകൾ മാത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വലിയ തിരക്കുണ്ട് ഇവിടെ, വലിയ ക്യൂ ഉണ്ട് ഇവിടെ. നേരത്തെ വന്ന ആളുകളൊക്കെ ക്യൂവിൽ നിൽക്കുകയാണ്. വലിയ ചൂടിനെ അതിജീവിച്ച് വേണം ആളുകൾക്ക് വോട്ട് ചെയ്യാൻ എത്താൻ. എപ്പോഴും വന്നാ വോട്ട് ചെയ്യാൻ? നേരത്തെ വന്നാണ്? ഇപ്പോൾ വന്നേ ഉള്ളൂ? എങ്ങനെ തിരക്കുണ്ട്? എത്ര സമയം വന്നിട്ട്? 1 മണിക്കൂറാവും. ഭയങ്കര ആള് 2 ബൂത്ത് നല്ല തിരക്കുണ്ട്. എല്ലാത്തിനും വോട്ട് ചെയ്യുന്നതാണോ? ആരുടെ വന്ന് വോട്ട് ചെയ്യും? വോട്ടുണ്ടോ? കുറെ സമയം വന്നു? 1 മണിക്കൂറാവും. ഭയങ്കര തിരക്കല്ലേ? വെയിലല്ലേ? ഭയങ്കര വെയിലല്ലേ? കുറെ സമയം വന്നിട്ട് തളർന്നിരുന്ന് ഞാൻ തോന്നുന്നു. കൊച്ചിനെയും കൂടെ കൊണ്ടുവന്നു. ചൂട് തളർന്നാറ് നിൽക്കുന്നത്. വെള്ളമൊക്കെ തരുന്നുണ്ടല്ലോ. ചൂട് ഭയങ്കര ചൂടായോണ്ടാണോ? ഞങ്ങൾ വോട്ടിട്ടേ പോവുള്ളൂ. അതാണ്, എത്ര ബുദ്ധിമുട്ടിയാലും വോട്ട് ചെയ്തിട്ടേ പോകുള്ളൂ അല്ലേ? വോട്ടിട്ടേ എത്ര നേരം ക്യൂ നിൽക്കാം? അത്രേ ഉള്ളൂ. വൈകുന്നേരം വരെ നിന്നോളാം. വൈകുന്നേരം പോലെ നിൽക്കണോ? അതെ, എന്നാലും വോട്ട് ചെയ്തിട്ടേ പോകും. വോട്ട് ചെയ്തിട്ടേ പോകും. ആണോ? വെള്ളം കുടിച്ചില്ലെങ്കിൽ വോട്ട് ചെയ്തേ പോകും. വോട്ട് ചെയ്യാനാണ് വന്നത്. വോട്ട് ചെയ്തിട്ടേ പോകും. ശിവൻകുട്ടി ജയിക്കും. അതൊന്നുകൂടെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അവരവരെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ. രാഷ്ട്രീയം എന്തായാലും മനസ്സിലാതെ അതിനാർക്കും അവകാശം. ഇപ്പൊ ഞാൻ വോട്ട് ചെയ്യാൻ വന്നാൽ എനിക്ക് ഇന്നാർക്കാ വോട്ട് ചെയ്യുന്നുള്ള എനിക്ക് പറയുന്നത് പുറത്തു പറയാൻ പാടില്ല. അല്ല, അത് ബുദ്ധിമുട്ടില്ല. പുറത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പരസ്യമായിട്ട് ചെയ്യാൻ പാടില്ല എന്ന്. വളരെ കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ തന്നെയാണ്. എത്രത്തോളം വീറും വാശിയുമുള്ള ഒരു പോരാട്ടമാണ് നിയമത്ത് നടക്കുന്നത് എന്ന് വ്യക്തമാണ്. വെള്ളം തരുന്നില്ലേ? ആരും തരുന്നില്ല വെള്ളം. ഇവിടെ വെള്ളം കൊടുക്കുന്നില്ലെന്ന് വെള്ളം കുടിക്കണ്ടേ? ഇവിടെ അത് അകത്ത് കൊടുക്കാൻ കൊണ്ടുപോയത്. പിന്നെ എല്ലാവർക്കും വെള്ളം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ആർക്കും കിട്ടിയില്ല ഇതുവരെ. ഞാൻ പറയാം, വെള്ളം കൊടുക്കാൻ പറയാം. മന്ത്രിയാര് കയറിയിരുന്ന് പഠിക്കാൻ അടി കൊടുക്കുന്നു. ഇവിടെ വെയിലത്തേക്ക് വരുന്നവർക്ക് വെള്ളം ഇല്ല.
വാഗ്ദാനം നാളെ കാറ്റിലെല്ലാം പറന്ന് പോവുകയും ചെയ്യും. പോവുകയും ചെയ്യും. നമ്മളെ വെയിൽ കൊണ്ട് വെറുതെ അത്രേ ഉള്ളൂ. നല്ല വോട്ട് ചെയ്യും. അതിപ്പം നമ്മളെ അവകാശമല്ലേ, അതിനെ കളയാൻ പാടില്ലല്ലോ. കുറെ സമയം വന്നിട്ടുണ്ട് അല്ലേ? ഇതാണ് വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ്. ഏതായാലും വെള്ളം കിട്ടുന്ന പരാതിയൊക്കെ ആളുകൾക്കുണ്ട്. കുടിവെള്ളം കൊടുക്കുന്നില്ലെന്ന പരാതിയാണ്. ഇവിടെ കിട്ടിയില്ലെന്ന് പരാതി പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. എന്തായാലും അവിടെ വച്ചിട്ടുണ്ട്, വെള്ളം അവിടെ വച്ചിട്ടുണ്ട് കേട്ടോ. ആ സൈഡിൽ വെള്ളം വച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും വലിയ ചൂടാണ്. ആളുകൾക്ക് സ്വാഭാവികമായിട്ട് പുറത്തിറങ്ങാൻ പോലും മടിക്കുന്ന ചൂടാണ്. ഈ നമ്മൾ 2 ബൂത്തുകളിലെ മാത്രം, ഇതിന് മുകളിൽ വേറെയും ബൂത്തുകളുണ്ട്. കുട്ടികളൊക്കെ സ്വാഭാവികമായും ഈ ചൂടിൽ രക്ഷകർത്താക്കളും പിന്നെ കുട്ടികളൊക്കെ തളർന്നു പോകുന്ന ചൂടാണ്. ആർക്കും നിൽക്കാൻ പറ്റാത്ത വെയിലുണ്ട്. രാവിലെ പലയിടങ്ങളിലും വലിയ ക്യൂ ഉണ്ടായിരുന്നത് ഒരുപക്ഷെ ഈ ചൂടിന് മുമ്പ് ആളുകൾ വന്ന് വോട്ട് ചെയ്ത് പോകാനുള്ള ശ്രമമായിരിക്കണം. പക്ഷെ ഇപ്പോഴും ഈ നിയമമണ്ഡലത്തിൽ വളരെയധികം തിരക്കുണ്ട്. പല ബൂത്തുകളിലും ഈ തിരക്കുണ്ട്. രാവിലെ മുതൽ കണ്ടതാണ് ആ തിരക്ക്. വാഴമുട്ടത് ഇപ്പോഴും വെള്ളം ഇല്ല എന്ന പരാതിക്കൊക്കെ പരിഹാരമാകുമെന്ന് തോന്നുന്നു. വെള്ളം കൊണ്ട് ഒരാൾ പോകുന്നുണ്ട്. പക്ഷേ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് വെള്ളം കിട്ടുന്നില്ല. ഏതായാലും ഈ ചൂട് തന്നെയാണ് ആളുകൾക്ക് ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിൽ സ്വാഭാവികമായും കുറെ സമയം ക്യൂ നിൽക്കാൻ വലിയ മടി കാണിക്കാത്ത ആളുകൾ ഉണ്ട്. പക്ഷേ ചൂട് അസഹനീയമാണ്. പുറത്ത് നിൽക്കാൻ കഴിയാത്ത അത്ര വെയിലാണ്. ഇതിന്റെ മുകളിൽ ശക്തമായ ചൂട് ഒരു വിഷയം തന്നെയാണ്. ഒരുപക്ഷെ ഇനി ചൂട് ഉയരും എന്നതുകൊണ്ടായിരിക്കാം ആദ്യത്തെ മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് കേരളത്തിന്റെ ആകെ പോളിംഗ് ശതമാനം 27.75 എത്തിയിരിക്കുന്നു എന്നതാണ്. 27.75 സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നു. മികച്ച നിലയിൽ പോളിംഗ് പുരോഗമിക്കുന്നു എന്നതാണ് അത് നൽകുന്ന സൂചന. ഇത് ഇനി ഉച്ചയ്ക്ക് ശേഷവും ഈ ചൂട് ഉയർന്നു നിൽക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാകുമോ എന്നതുകൂടിയാണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ മികച്ച പോളിംഗ് ശതമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാം. പക്ഷേ ഒരുപക്ഷെ ആളുകൾ ഈ ഉച്ച സമയത്ത് ചൂട് കൂടും എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ കൂടുതലായി എത്തിയതാണോ എന്നതും അറിയേണ്ടതുണ്ട്. അരുൺ അവിടെ നിന്ന് തുടരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ നിയമമണ്ഡലത്തിലാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിരവധി മണ്ഡലങ്ങൾ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളാണ്. ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളാണ്. അവിടെ ജില്ല പിടിക്കാനുള്ള വലിയ തരത്തിലുള്ള ഏറ്റുമുട്ടൽ ഈ മുന്നണികൾ തമ്മിലുണ്ട് എന്നൊരു സാഹചര്യമുണ്ട്. BJP കോർപ്പറേഷൻ പിടിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അങ്ങനെ അവരും വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഈ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തന്നെ വലിയ പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്ന വിവരങ്ങൾ വരുമ്പോൾ അത് ഈ എങ്ങനെ സ്വാധീനിക്കുമെന്നതാണ് മനസ്സിലാകുന്നത്. SIR-ന് ശേഷമുള്ള വോട്ടെടുപ്പാണ് നടക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കൂടി വരുമ്പോൾ ഈ ആദ്യ മണിക്കൂറുകളിലെ മികച്ച പോളിംഗ് നൽകുന്ന സൂചന എന്താണ്? തിരുവനന്തപുരം ജില്ല ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തിരുവനന്തപുരം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.